നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ അധ്യായം നവരാത്രിയെക്കുറിച്ചാണ് പറയുന്നത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ ദേവി ശരണം. ദേവിയെ വന്ദിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് നവരാത്രിയെ കുറിച്ചാണ് പറയുന്നത്. സാധാരണഗതിയിൽ 9 ദിനരാത്രങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ദശമി അടക്കം 10 ദിവസം. പക്ഷേ ഇക്കൊല്ലം പതിവ് തെറ്റി മുൻകാലങ്ങളിൽ എന്ന പോലെ 11 ദിനരാത്രങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. നവരാത്രിയുടെ ഐതിഹ്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം നേടിയ ദിവസത്തെയാണ് നമ്മൾ വിജയദശമിയായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ഈ 9 ദിനരാത്രങ്ങളിലെ ദേവി നാമം ജപിച്ച് പൂജിച്ച് ദേവിക്ക് നിവേദ്യം അർപ്പിച്ചവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും വന്നു ചേരും. അതായത് നിങ്ങളുടെ ജീവിതം വളരെ ഐശ്വര്യപൂർണമായി മാറും. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി നിങ്ങൾ ദേവിയുടെ സംരക്ഷണ വലയത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യാൻ കഴിയും. ആ 9 ദിവസങ്ങള് നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും അതുപോലെ പൂജിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓരോരോ ആവശ്യങ്ങളുണ്ടാവും. കാറ് വേണം, വീട് വേണം, ജോലി വേണം, അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. നിങ്ങളെ മനസ്സറിഞ്ഞ് ദേവി നിങ്ങൾക്ക് കടാക്ഷിച്ചു തരും. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്നതാണ്. അപ്പൊ കുട്ടികളൊക്കെയുള്ള വീട്ടില് 10 ദിവസവും നോൺ വെജ് ഭക്ഷണം പരമാവധിയല്ല, കംപ്ലീറ്റ് ഒഴിവാക്കി സരസ്വതി മന്ത്രങ്ങൾ ജപിക്കാൻ അമ്മമാർ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വീടും മുറികളും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക. അത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് വണ്ണാമ്പല, മാറാല എന്നൊക്കെ പറയും, മാറാലിയൊക്കെ തട്ടി മാറ്റി എല്ലാം വൃത്തിയാക്കാം. വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം നമുക്ക് വീടും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാം, പക്ഷെ മാറാലിയൊന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം ദേവിയുടെ ഫോട്ടോ, ഇപ്പൊ നിങ്ങളെ എല്ലാ വീട്ടിലും ദേവിയുടെ ഫോട്ടോ ഉണ്ടാവും. ദുർഗാദേവി അല്ലെങ്കിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ സരസ്വതി. അത് നന്നായിട്ട് റോസ് വാട്ടറിലൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം മഞ്ഞള്, ചന്ദനം, കുങ്കുമം ഇവയൊക്കെ ചേർത്ത് ദേവിക്ക് ഒരു പൊട്ടൊക്കെ തൊട്ട് ചെക്കിമാലയൊക്കെ ഇട്ട് ദേവിയെ അണിയിച്ചൊരുക്കുക. ശേഷം നിങ്ങൾക്ക് വ്രതം ആരംഭിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ നവരാത്രി വ്രതത്തെ കുറിച്ച് കൂടുതൽ അറിയാം. നവരാത്രി വ്രതം എന്ന് പറയുന്നത്, അതായത് ഈ നവരാത്രി കാലം ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ 9 ദിവസങ്ങളായി ആരാധിക്കുന്ന വിശിഷ്ട സമയമാണ്. ദേവിയുടെ ഉപാസനയ്ക്കും അനുഗ്രഹപ്രാപ്തിക്കും ഏറ്റവും ഉത്തമമായ മാർഗമാണ് നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് ആരംഭിക്കുന്ന ശുക്ലപക്ഷ പ്രഥമ മുതൽ നവമി വരെയാണ് ഈ വ്രതം ആചരിക്കേണ്ടത്. അതനുസരിച്ച് ഈ വർഷം നവരാത്രി വ്രതം സെപ്റ്റംബർ 22 തിങ്കളാഴ്ച ആരംഭിക്കുന്നു, ഒക്ടോബർ 2 അവസാനിക്കുകയും ചെയ്യുന്നു. കന്നിമാസത്തിലെ ദിനമായ 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച മുതൽ തന്നെ വ്രതം തുടങ്ങുന്നത് ഏറെ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു. പാരമ്പര്യമായി നവരാത്രി 3 ഘട്ടങ്ങളിലാണ് വേർതിരിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ 3 ദിവസം പാർവതി ദേവിക്ക്, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിക്ക്, അവസാനത്തെ 3 ദിവസമാണ് സരസ്വതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ദുർഗാഷ്ടമിയില് ദുർഗാദേവിയെയും മഹാനവമിയിലെ ലക്ഷ്മി ദേവിയെയും വിജയദശമിയില് സരസ്വതി ദേവിയും പ്രത്യേകമായിട്ട് നമ്മൾ ആരാധിക്കുന്നുണ്ട്. കൂടാതെ ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ അനുഭവിക്കുന്നവർ നവരാത്രി വ്രതം ആചരിക്കുന്നത് ദോഷപരിഹാരത്തിനും ആത്മശാന്തിക്കും അത്യന്തം ഫലപ്രദമാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വ്രതകാലത്ത് ഭവനങ്ങളിൽ ഭദ്രദീപം എന്ന 5 തിരിയുള്ള നിലവിളക്ക് തെളിയിക്കുന്നത് അത്യന്തം ശ്രേഷ്ഠമാണ്. സർവ ഐശ്വര്യവും ഐശ്വര്യവർദ്ധനവും പ്രാപിക്കാൻ ഭദ്രദീപം തെളിയിക്കുന്നത് അനുകൂലമെന്ന് കരുതപ്പെടുന്നുണ്ട്. തിരികൾ കൈകൂപ്പുന്ന രീതിയിൽ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നീ ദിശകളിലാണ് ക്രമീകരിക്കേണ്ടത്. വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം കിഴക്കേ അറ്റത്തെ തിരി തെളിയിക്കുക. തുടർന്ന് പ്രദക്ഷിണക്രമത്തിൽ തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വടക്ക് കിഴക്ക് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്.
നവരാത്രി കാലം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാൻ അനുയോജ്യമായ ഒരു വ്രതകാലയളവാണ്. ഈ കാലത്ത് സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് നിലവിളക്കിനു മുന്നിൽ ദേവീസ്തുതികൾ ജപിക്കുക വളരെ ഉത്തമമായ കാര്യമാണ്. ലളിത സഹസ്രനാമ ജപം വ്രതകാലയളവിലെ ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥനയിലൊന്നാണ്. വ്രതകാലത്ത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. സാധ്യമെങ്കിൽ ഒരു നേരം മാത്രം അരിഭക്ഷണം സ്വീകരിക്കുക. വ്രതം പാലിക്കുന്നവർ ഭക്ഷണത്തിലും വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയിലും സത്യനിഷ്ഠയും പാലിക്കേണ്ടതാണ്. വ്രതദിനങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ കുളിച്ച് ആരാധന നടത്തുക ഏറെ ശ്രേഷ്ഠകരമായിരിക്കും. ദേവീപ്രീതിയിലുള്ള നവരാത്രി വ്രതം സർവ്വ ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും കാരണമായിരിക്കും. നവരാത്രി വ്രതം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏതു പ്രായക്കാരനും മാതൃസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കാനായി അനുഷ്ഠിക്കാവുന്ന വിശിഷ്ട ആചാരമാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് സപ്തമി, അഷ്ടമി, നവമി ദിനങ്ങളിൽ വലിയ പ്രാധാന്യം നൽകുന്നതിനാൽ ചിലർക്ക് ഈ ദിവസങ്ങളിൽ മാത്രം വ്രതം പാലിക്കാറുണ്ട്. ഈ വർഷം നവമി തിഥി 2 ദിവസങ്ങളിലായി വരുന്ന സാഹചര്യത്തിനാൽ നവരാത്രി വ്രതാചരണം മൊത്തം 11 ദിവസമായി നീണ്ടു നിൽക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നവരാത്രി വ്രതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അത് എങ്ങനെ അനുഷ്ഠിക്കേണ്ടതെന്നും വളരെ ലളിതമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.